അടുത്തടിച്ച് ഗൈസ് അയ്യോ മറ്റേടെ ഭ്രാന്ത് പിടിച്ച ദിവസമാണ് ഞാനിത് ഉണ്ണിച്ചേട്ടൻ കൂടെ താർത്തിട്ടിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ രണ്ടാമത്തെ അടിച്ച് കയറ്റി പൊളിച്ച്. ഹായ്, ഇതേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിതേ പുതിയൊരു അൾട്രാലൈറ്റ് റോഡ് എടുത്തിട്ടുണ്ട്. ലിറ്റ്മയുടെ ബ്ലൂ സ്നൈപ്പർ എന്ന് പറഞ്ഞൊരു റോഡാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു 1000 സീരീസ് ക്രെസിയുടെ ഒരു റീലും എടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും അൾട്രാലൈറ്റ് ഫിഷിങ്ങിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മീൻ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞൊരു ലൈനാണ് കയറ്റിയിരിക്കുന്നത്. ഒരു 6 LBയുടെ ലൈനാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. കിഡിലൊരു മീൻ പിടുത്തമായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണുക. നമ്മളിന്ന് വന്നിരിക്കുന്ന ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ. ബാര അഡിക്റ്റ്, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിലൊക്കെ കയറി ഇടക്ക് നോക്കിയാൽ നല്ല കാളാഞ്ചീനൊക്കെ കാണാം. ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പം നേരെ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അണ്ണാ അടിച്ച് ഗൈസ് അടിച്ച് ഗൈസ് ഫസ്റ്റ് കാസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തേ ഉള്ളൂ. പറ്റ അടിച്ച് പൊളിച്ച് പൊളിച്ച് ഒരു രക്ഷയില്ല കേട്ടാ. ഒയ്യോ ദേ നോക്കിയേ. അതെ, ഒരാളവിടെ സെറ്റ് ചെയ്തേ ഉള്ളൂ. ബ്ലൂ സ്നൈപ്പർ റോഡ് എടുത്തു പറയണതാണ്. ക്രെസിയുടെ 1000 സീരീസ് റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ലിറ്റ്മയുടെ ബ്രൈഡ് 6 LB ബ്രൈഡാണ് കേട്ടോ. പ്യുവർ അൾട്രാലൈറ്റ് ഇല്ല പ്യുവർ അൾട്രാലൈറ്റ് ഗെയിമാണ്. വലയില്ല, ഞങ്ങളിന്ന് വല എടുത്തിട്ടില്ല. നല്ല എടുത്തോളൂ. അയ്യോ അതെ, ഒരു രക്ഷയില്ല കേട്ടാ. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ. നല്ല ഹെവി സൈസ് പറ്റാണ്. നല്ല പറ്റേ, നല്ല പിടുത്തോ, നല്ല പറ്റേ. മീൻ വെട്ടുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് സ്ട്രൈക്ക് ചെയ്ത്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടാ. സ്റ്റിക്കും ഒരു രക്ഷയില്ല. അയ്യോ മറ്റേടെ വരവേണ്ട. കിടിലം പറ്റാണ് കേട്ടോ. ഏറ്റവും വലിയ പറ്റാണ്. ബെസ്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഏത് അൾട്രാലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രയും ഫീൽ കിട്ടിയൊരു സാധനം വേറെ ഇല്ലത്. നോക്കി അതുപോലെ റീല് മോനെ വേറെ ലെവലാണ്. സൗണ്ടിന്റെ കാര്യത്തിലായാലും അപ്പുറത്തോട്ട് ടോപ്പിന്റെ ഇപ്പുറത്തോട്ട് പതുക്കെ കറങ്ങി വട്ട ഇപ്പുറം വന്നു. ചമാര പൊളി 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 പൈപ്പ്. വല എടുക്കാൻ കുഴപ്പമില്ല, ഞാൻ കയറ്റിക്കോളാം, അത് വിഷയമൊന്നുമില്ല. നീ പതുക്കെ ഇച്ചിരി കൂടെ പൊക്കി നിർത്തി മീനെ വെള്ളത്തിന്റെ മേലെ നിർത്തി, ഇല്ലെങ്കിൽ മീൻ കുഴയത്തില്ല. പൊക്ക് ടിപ്പല്ല, മീൻ പൊക്ക്. ആ മീൻ പ്രഷർ കൊടുത്തോ, ഇനി കുഴപ്പമില്ല. അതിന്റെ ഹുക്ക് അല്ല. പൊളിച്ച് കിടില സാധനമാണോ. ഒരു രക്ഷയില്ല കേട്ടാ. പറ്റ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. പറ്റ പിടിക്കുന്നതിന് ഇപ്പൊ ഒരു കയ്യും കണക്കില്ല കേട്ടോ. ഇന്ന് വന്ന് ഫസ്റ്റ് കാസ്റ്റ്. അതെ, അതും ഗൈസ് ചെറിയ പറ്റൊന്നുമല്ല, ഹാഫ് kg സൈസ് പറ്റ. ആഹാ, അപ്പൊ ഞങ്ങളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. കിടില സാധനം കേട്ടോ. ഞാൻ ഹുക്ക് നോക്കി, അതാ ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് നോക്കിക്കോളാം. ഇത് കണ്ടല്ലോ, പറ്റയുടെ സൈസ് കണ്ടല്ലോ. ഞങ്ങൾ ഇതിപ്പം പറ്റ അടിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അത് കാരണം നമ്മൾ അവനെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. കാസ്റ്റ് ചെയ്യാണ്. ഒറ്റ ഫോണിനാണോ, ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടാ. നേരെ കൊണ്ടൊന്ന് എറിഞ്ഞ് അവിടെ നിന്ന് അടിച്ച് ഇതേ നമ്മൾ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ അടുത്ത് അടിച്ചിട്ടുണ്ട്. 500 സീരീസ് ആണ് റീല്. 500 സീരീസ് റീല്. ഫസ്റ്റ് കാസ്റ്റ്, ഞാനും ഫസ്റ്റ് കാസ്റ്റ്. ഒരു രക്ഷയില്ല മീൻ അടിച്ചിട്ടുണ്ട്. വിഷുവിന് ഒറ്റ കയറി അങ്ങോട്ട് കരയിലേക്ക് ഇട്ടതിന്റെ തൊട്ട് പറയാം. ഞാനും ഫസ്റ്റ് കാസ്റ്റ് 500 സീരീസ് റീല്.
ക്രസി 500 പവർ വരട്ടെ പവർ വരട്ടെ. വേറെ ലെവൽ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ നിറഞ്ഞു നോക്കണം. അതിനുള്ള സമയമുണ്ട്. ഇതൊന്ന് തളരാൻ വെച്ച് സമയം എടുക്കും. മീൻ വലുപ്പമുണ്ട്. ആണോ? നിനക്ക് ഏറിയ സെയിം സൈസ് കണ്ടോ? പറ്റ കിടന്ന് അങ്ങോട്ട് അടുത്തടിച്ച് അയ്യോ വറ്റയുടെ ഭ്രാന്ത് പിടിച്ച ദിവസമാണ് ഞാനിത് ഉണ്ണിച്ചേട്ടൻ കൂടെ താർത്തിട്ടിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ രണ്ടാമത്തെ അടിച്ച് കയറ്റി. ഇതിലെ കാര്യം നിങ്ങൾ നോക്കിയേ, എനിക്ക് മൂന്നാമത്തെ അടിച്ചിരിക്കുക. അണ്ണാ അത് ഞാനാടാ. അതെ അതെ അത് അവനാ, വിഷ്ണുവാ. വറ്റയില്ലേ രണ്ടെണ്ണം കയറി മൂന്നാമത്തെ അടിച്ച് നിൽക്കുന്നു. ഒരു 1/4 കിലോ സൈസ്. ശരിടാ. അയ്യോ പൊങ്ങി വാടാ മോനെ അല്ലേ. പൊളിച്ച് മൂന്നാമത്തെ വറ്റ അടിച്ചിരിക്കുന്നത്. അണ്ണൻ കാശ് ചെയ്തു ഇതൊക്കെ ഞാൻ അയച്ചോളാം. മൂന്നാമത്തെ വറ്റ 2 മിനിറ്റ് എടുത്താന്ന് സംശയം. എൻ്റെ രണ്ടാമത്തെ കാശിന് വറ്റ, ഫസ്റ്റ് കാശിന് വറ്റ. ആണല്ല സമയമില്ല കേട്ടോ. നമ്മൾ മീൻ അടിക്കാൻ നേരത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല, മാക്സിമം അടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവന്മാരെ പിന്നെ എപ്പോൾ അടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടിച്ചപ്പോഴല്ലേ 500 കോട്ടോ. അയ്യോ രക്ഷ. അടുത്തടിച്ചിട്ടുണ്ട്. അടുത്തടിച്ചത് ഉണ്ണിയാണ് അടുത്തടിച്ചിട്ടുണ്ട്. അൾട്രാലൈറ്റ് ഞങ്ങൾ പൊളിച്ചോണ്ടിരിക്കണേ ചേട്ടാ. റീല് 500 സീരീസ്. വേറെ ഫീൽ അടിച്ചേക്കുന്ന അത്യാവശ്യം നല്ല ഹെവിയാണ്. വേണ്ട സൈസ് കണ്ടാ കാത്ത് പൊളിച്ചെണ്ണ പൊന്നെ. ഒരു മിനിറ്റ് ആ വീഡിയോ എടുത്തില്ലെങ്കിലേ. നമ്മൾ യൂസ് ചെയ്ത് ക്രസിയുടെ 500 സീരീസ് റീലാ. രണ്ടുപേരും ക്രസിയുടെ റീലാണ് യൂസ് ചെയ്യുന്നത്. അൾട്രാ ലൈറ്റ് ഗെയിമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സാധനം നോക്കുക. ഇത് കണ്ടോ, ചെറിയ ഇത് കണ്ടോ, ഇത് കണ്ടോ പൊളിച്ച്. ഒരു ഞാൻ ചോട്ടെ അവിടെ അയച്ചോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് കിട്ടുമെന്ന് അതിൻ്റെ ഇടക്ക് ഒരെണ്ണം ഫോളോ വന്ന്, പക്ഷേ നല്ല ഫോളോ വന്ന ഹെവി സൈസ് വറ്റടിച്ചിട്ടുണ്ടേ. ഹെവി ലോഡ്. ഒരു മിനിറ്റ് സ്റ്റിക്ക് പറഞ്ഞ ഇങ്ങോട്ട് ഓടുന്നുണ്ട്. ഞാനും കൊണ്ടുവന്നോ. വേറെ ലെവൽ ഫീൽ കേട്ടോ. ഇച്ചിരി ഹെവി സൈസ് ആണ് കേട്ടോ. 4 വറ്റ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഞങ്ങള്. റീല് കരയോ. അയ്യോ വലിയ പോണു വറ്റ. ഹെവിയാണോ വച്ചാമാരെ. എന്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടാ. ഒക്കെ അടുത്തൊക്കെ ഇട്ടിട്ടിരിക്കുന്ന അൾട്രാലൈറ്റ് ഇത് കേട്ടോ. ആണോ? കാരണം 500 റീല് ശരിക്കും ഉറുവേ സാധനമൊക്കെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തത്. പക്ഷേ അടിക്കണത് വറ്റയുടെ സൈസ് കണ്ട. ഹാഫ് കെ ജി സൈസ് ആണ്. കാരണം അണ്ണൻ അത് ഇതൊന്ന് വലിപ്പൊന്നാണ്. ഇത് കണ്ട ഈ സൈസുള്ള വറ്റയൊക്കെയാണ് അടിക്കുന്നത്. പിന്നെ എങ്ങനെ പെടാപ്പാട് കരയാതിരിക്കും. റീല് കരയി വരുന്നില്ല. പിടിക്കാം. ഈ നടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ചേട്ടാ അടിക്കുമെന്ന് ഇത് വലിയ പിടുത്തം പിടിക്കണില്ല ചേട്ടാ. വലിയ പിടുത്തം പിടിക്കാത്തതാണ്. എനിക്ക് ഉറപ്പായിരുന്നു, 100% എനിക്ക് ഉറപ്പായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ കളിപ്പിച്ചത് അല്ല. സൈസ് എല്ലാം ആണെന്ന് തോന്നണില്ല. സൈസാ. അത് വട്ടം കറങ്ങാൻ പോവാ. എന്റെ വട്ടം പോവാ. റോപ്പ് സ്റ്റിക്ക് നോക്കിക്കോ. ഇങ്ങോട്ടോ.
ചെറുതാ, അതാ ഞാൻ പറയാം, ഒരുപാട് വലുതല്ല. ഊഫ്, ആദ്യത്തെ പിടുത്തവൻ്റെ കുറവായിരുന്നു. ആദ്യത്തെ പിടുത്തവേ ചെറുത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ചെറുത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളു. പോകാന്ന് പറഞ്ഞതേ ഉള്ളു. പോകാന്ന് പറഞ്ഞ അപ്പം മീനടിക്കും, അതാണ് എടുത്തത്. എന്ന് മീൻ ഫസ്റ്റ് ചിക്കിന് അടിച്ചു കേട്ടാ. ആ വെയിൽ വീണപ്പം പുറത്തോട്ട് ഇറങ്ങിയതാ. അണ്ണ കാശ് ചെയ്തോ, ഞാനിത് കളി. അടുത്തൊരാണ്, ഒരുപാട് വലുതല്ല. അത് കിട്ടും. പിന്നെ അതൊക്കെ കണ്ടില്ല. അടുത്ത പറ്റ ഇച്ചിരി വലിപ്പം കൂടി വരുന്നേ ഉള്ളു. അവൻ തന്നെ ഊരിയിട്ടുണ്ട് കേട്ടോ, അവനായിട്ട് തന്നെ ഊരിയിട്ടുണ്ട്. യെസ് 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 യാ. ഓക്കെ ഓക്കെ സെറ്റ്. ആ അത് കൊള്ളാം. അത് ഓഹോ, അതാണ് നമുക്ക് വേണ്ടത്. ആ, ചാടിപ്പോവും. ലൈൻ ഒരു രക്ഷയില്ല. നല്ല ബലം പിടിക്കണുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. ബ്ലൂ സ്നൈപ്പർ ഒരു രക്ഷയില്ല കേട്ടാ. കറക്റ്റ് അൾട്രാലൈറ്റ് റോഡ്. 1 to 7 ഗ്രാമാണ് കേട്ടോ ഇതിന്റെ ലൂർ കപ്പാസിറ്റി. വരുന്നു. ആഹാ, വള മക്കളെ അല്ലേ. ഇല്ല ആയിട്ടില്ല. ഒരു പൊട്ടിക്ക് ഡ്രാഗുന്ന ഒരു പൊടിക്കൂടെ ലൂസ് ചെയ്ത് നിർത്തുവാൻ. ഓക്കെ, എന്താ പറയാ, ഈ ലാസ്റ്റത്തെ നിമിഷത്തിൽ അവനൊരു ഓട്ടം ആയിട്ടില്ല. നമ്മളെ കാണുമ്പോഴേ ഓടും. ടിപ്പ് നല്ലപോലെ നോക്കിയാണ്. ഒരു പൊടിക്കൂടെ ഡ്രാഗ് ലൂസാക്കണം. ഒരു പൊടിക്കൂടെ ലൂസാക്കി എടുക്കുന്നില്ല ഡ്രാഗ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ നമ്മൾ ആചരിച്ചു വരാറുള്ള പൊളിച്ചു. ആ, അത് കിട്ടില്ല സാധനം കേട്ടോ. അത് തകർത്ത് ഒരു രക്ഷയില്ലാട്ടാ. റോഡും അതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ബ്ലൂ സ്നൈപ്പർ റോഡ് കേട്ടോ, സോളിഡ് ടിപ്പ്. അതേപോലെ തന്നെ ക്രസിയുടെ 1000 റീലാണ് കേട്ടോ. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലിറ്റ്മയുടെ ബ്രൈഡാണ്. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം തീർന്ന് ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. നമുക്ക് കിട്ടിയ വറ്റാണല്ലോ 1 2 3. ഇവന്മാരൊക്കെ ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, നല്ല കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ. 4 5 6 നല്ല സൈസ് സാധനമാണ് കേട്ടോ. എല്ലാം നല്ല സൈസ് സാധനമാണ്. അതേപോലെ തന്നെ നമുക്കിത് ചില സമയത്ത് നമുക്കിത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ സ്പെഷ്യലാണ്. അതേ